അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെറോളജിക്കൽ ടെസ്റ്റ് ആണ്. അതിൽ ഫസ്റ്റ് അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ. എന്താണ് അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആൻറ്റിജൻ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻറ്റിബോഡി ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ സ്യൂറ്റബിൾ ടെമ്പറേച്ചറിൻ്റെയും പി എച്ചിൻ്റെയും പ്രസൻസിൽ അങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ക്ലംസ് ഫോം ചെയ്യും. അതാണ് അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ. ആൻഡ് ഇത് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷനേക്കാളും കുറച്ചുകൂടി എന്താണ് സെൻസിറ്റീവ് ആണ്. ഇനി എന്താണ് പാസീവ് അഗ്ലൂട്ടിനേഷൻ എന്ന് നോക്കാം. പാസീവ് അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ സോല്യൂബിൾ ആയിട്ടുള്ള ആൻറ്റിജൻസ് എന്തുമായിട്ട് നമുക്ക് കോട്ട് ചെയ്യാം? RBC അല്ലെങ്കിൽ ലാക്റ്റിക്സ്, കാർബൺ അങ്ങനെയുള്ള കമ്പോണൻസുമായിട്ട് നമുക്ക് കോട്ട് ചെയ്യാം. ഇവരുടെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരെല്ലാം ഓൾറെഡി അഗ്ലൂട്ടിനേഷൻ കാണിക്കുന്ന സബ്സ്റ്റൻസസ് ആണ്. ഓക്കെ, അപ്പോൾ സോല്യൂബിൾ ആൻറ്റിജൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇതുപോലെയുള്ള സബ്സ്റ്റൻസിൻ്റെയൊക്കെ പുറത്ത് കോട്ട് ചെയ്തിട്ട് അതിനെ എന്തുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കും? ആൻറ്റിബോഡീസ് ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ അങ്ങനെയുള്ള അഗ്ലൂട്ടിനേഷനെയാണ് എന്ത് പറയുന്നത്? പാസീവ് അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമ്മൾ അങ്ങനെ കൊടുത്ത അഗ്ലൂട്ടിനേഷനാണ്. ഇനിയുള്ളതെന്ന് വെച്ചാൽ വൈഡൽ ടെസ്റ്റ് ആണ്. അതിന് മുന്നേ ഈ പിക്ചർ കാണിച്ചിരിക്കുന്നത് അഗ്ലൂട്ടിനേഷൻ്റെ ഒരു പിക്ചർ മോഡാണ്. ഇവിടെ എന്താണ് അഗ്ലൂട്ടിനേഷൻ ക്ലംസ് ഫോം ചെയ്തിരിക്കുകയാണ്. ഇറ്റ്സ് അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ. അടുത്ത വൈഡൽ ടെസ്റ്റ്. വൈഡൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എൻഡറിക് ഫീവറിൻ്റെ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് വൈഡൽ ടെസ്റ്റ്. ഇവിടെ എന്ന് പറഞ്ഞാൽ അഗ്ലൂട്ടിനേഷൻ്റെ ഒരു ബേസിസിലാണ് വൈഡൽ ടെസ്റ്റ് ചെയ്യണത്. എന്താണ് എൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പേഷ്യൻസിന് എൻഡറിക് ഫീവർ ഉണ്ടെങ്കിൽ അത് എന്ത് ഇൻഫെക്റ്റഡ് ആയിരിക്കും? സാൽമണല്ല ടൈഫി അല്ലെങ്കിൽ സാൽമണല്ല പാരാടൈഫി ഉണ്ട് ഇൻഫെക്റ്റഡ് ആകുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? എൻഡറിക് ഫീവർ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻഡറിക് ഫീവർ ഉള്ള ആ ഒരു പേഴ്സൻ്റെ ബ്ലഡിൽ എന്തിൻ്റെ ആൻറ്റിബോഡീസ് കാണും? സാൽമണല്ല ടൈഫിയുടെ അല്ലെങ്കിൽ സാൽമണല്ല പാരാടൈഫിയുടെ ആൻറ്റിബോഡീസ് കാണും. അപ്പോൾ അതിൻ്റെ ആൻറ്റിജൻ വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ്, ഒരു അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് ചെയ്യുന്നതാണ് എന്ത്? വൈഡൽ ടെസ്റ്റ് എന്ന് വെച്ചാൽ. ഇവിടെ നമ്മൾ എടുക്കുന്നത് 4 ടൈപ്പ് ആൻറ്റിജൻ ആണ്. സാൽമണല്ല ടൈഫിയുടെ O ആൻറ്റിജൻ, സാൽമണല്ല ടൈഫിയുടെ H ആൻറ്റിജൻ, പാരാടൈഫി എയുടെ H ആൻറ്റിജൻ ആൻഡ് സാൽമണല്ല പാരാടൈഫി ബിയുടെ H ആൻറ്റിജൻ. ഓക്കെ, ഈ ആൻറ്റിജൻ എവിടെ നിന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ ഈ വൈഡൽ ടെസ്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് കിറ്റുകൾ കാണും. അപ്പോൾ ആ കിറ്റിനകത്ത് ആൻറ്റിജൻ പ്രസന്റ് ആയിരിക്കും. ഇനി ഇവിടെ നമ്മൾ എന്തുകൊണ്ട് സാൽമണല്ല ടൈഫിയുടെ മാത്രം O ആൻറ്റിജൻ എടുക്കുന്നു, സാൽമണല്ല പാരാടൈഫിയുടെ O ആൻറ്റിജൻ എടുക്കുന്നില്ല എന്ന് വെച്ചാൽ ഇവിടെ പാരാടൈഫിയുടെയും ടൈഫിയുടെയും O ആൻറ്റിജൻസ് സിമിലർ ആണ്. അതുകൊണ്ടാണ് ഒരെണ്ണത്തിൻ്റെ മാത്രം O ആൻറ്റിജൻ എടുക്കുന്നത്. ബാക്കി പാരാടൈഫിയുടെയും ടൈഫിയുടെയും എന്ത് ആൻറ്റിജൻ എടുക്കുന്നുണ്ട്? H ആൻറ്റിജൻ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന സെറം, പേഷ്യൻ്റെ സെറം, ബ്ലഡിൽ നിന്നാണ് സെറം എടുക്കുക. അപ്പോൾ സെറം എന്തായിരിക്കണം? ഡൈല്യൂട്ടഡ് ആയിരിക്കണം. ഡബിൾ ഡൈല്യൂഷന് ശേഷമുള്ള സെറം മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡൈല്യൂഷൻ ചെയ്യാത്ത കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സെറമാണ് എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യില്ല? അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ അത്രയും നന്നായിട്ട് നടക്കില്ല, അല്ലെങ്കിൽ റിയാക്ഷൻ നടക്കില്ല. കാരണം ഈ പറയുന്ന കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സെറത്തിൽ ആൻറ്റിബോഡീസിൻ്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. അപ്പോൾ അത്രയും എണ്ണത്തിനെ അഗ്ലൂട്ടിനേറ്റ് ചെയ്യാനുള്ള ആൻറ്റിജൻ നമ്മൾ കൊടുക്കുന്നതിനകത്ത് കാണണം എന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് അഗ്ലൂട്ടിനേഷൻ നടക്കണമെങ്കിൽ ആൻറ്റിജനും ആൻറ്റിബോഡിയും ഒരു പ്രപ്പോർഷനിൽ ഉണ്ടായിരിക്കണം, ഒരു ഇക്വലന്റ് പ്രപ്പോർഷനിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പേഷ്യൻ്റെ സെറം എന്ത് ചെയ്യുക? ഡബിൾ ഡൈല്യൂഷന് വിധേയമാക്കേണ്ടതാണ്. അപ്പം എത്ര ഡൈല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 1:10 to 1:640 ആ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യുക? ഒരു 3-4 റോസിൽ എന്ത് ചെയ്യുക? ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള സെറം എടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 2 ടൈപ്പ് ട്യൂബുകളാണ് ഈ ഒരു റിയാക്ഷൻ ചെയ്യാനായിട്ടുള്ളത്. ഒന്ന് ഫെലിക്സ് ട്യൂബും മറ്റത് ഡ്രയേസ് ട്യൂബും. ഇതിൽ ഫെലിക്സ് ട്യൂബ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സാൽമണല്ല ടൈഫി O ആൻറ്റിജൻ ഡിറ്റക്ട് ചെയ്യാൻ, അതിന് വേണ്ടിയിട്ടാണ് എന്തോ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ ഫെലിക്സ് ട്യൂബ് യൂസ് ചെയ്യുന്നത്. ഫെലിക്സ് ട്യൂബ് എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് ആയിട്ടുള്ള റൗണ്ട് ബോട്ടം ട്യൂബാണ് എന്ത്? ഫെലിക്സ് ട്യൂബ്. അടുത്ത ഡ്രയേസ് ട്യൂബാണ്. ഡ്രയേസ് ട്യൂബ് എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് സാൽമണല്ല ടൈഫിയുടെ അല്ലെങ്കിൽ സാൽമണല്ല പാരാടൈഫിയുടെ ആയാലും H ആൻറ്റിജൻ അല്ലെങ്കിൽ ഫ്ലജല്ലാർ ആൻറ്റിജൻസിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ടുള്ള ടെസ്റ്റിലാണ് ഡ്രയേസ് ട്യൂബ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ നാരോ ആയിട്ടുള്ള ട്യൂബാണ്, ഒരു കോണിക്കൽ ബോട്ടം ട്യൂബായിരിക്കും ഡ്രയേസ് ട്യൂബ്. അപ്പോൾ ഓരോ ട്യൂബിലും സെറം നമ്മൾ എടുക്കേണ്ടത് 0.5 ml ആണ്. ഇത് ഡൈല്യൂട്ടഡ് സെറമാണ്. ഇവിടെ കൺട്രോൾ ആയിട്ട് നമ്മൾ സലൈനാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ഓരോ ട്യൂബിലും നമുക്ക് 4 റോ എടുക്കാം. ആ 4 റോ എന്ന് പറയുമ്പോൾ ഏതാണ്? സാൽമണല്ല ടൈഫി O ആൻറ്റിജൻ, H ആൻറ്റിജൻ, പാരാടൈഫി എയുടെ H ആൻറ്റിജൻ, പാരാടൈഫി ബിയുടെ H ആൻറ്റിജൻ, അങ്ങനെ 4 റോ എടുക്കാം. ഓരോ റോയിലും നമുക്ക് എത്രത്തോളം ആഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കോളംസ് അല്ലെങ്കിൽ ഡൈല്യൂഷൻ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അപ് ടു എത്ര? ഒരു 1:640 വരെ ഡൈല്യൂഷനിൽ നമുക്ക് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഓക്കെ, അപ്പോൾ ഓരോ ട്യൂബിലും 0.05 ml, 0.5 ml അഥവാ 500 മൈക്രോ ലിറ്റർ എന്തെടുക്കുക? സെറം എടുക്കുക. ഓക്കെ, 0.5 ml എന്തെടുക്കുക?
സെറം എടുക്കുക, അതിലേക്ക് എന്ത് ചെയ്യുക, ഈ ആൻറ്റിജൻ സസ്പെൻഷനും 0.5 ml ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ട്യൂബ് എടുക്കുക, 0.5 ml സെറം ആഡ് ചെയ്തതിലേക്ക് എന്ത് ചെയ്യുക, 0.5 ml ഓരോ ആൻറ്റിജൻ സസ്പെൻഷൻ ഓയ് അല്ലെങ്കിൽ എച്ച് ആൻറ്റിജൻ്റെ സസ്പെൻഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദ ഫസ്റ്റ് റോ ഈസ് ട്രീറ്റഡ് വിത്ത് സാൽമണല്ല ടൈഫി ഒ ആൻറ്റിജൻ. സെക്കൻഡ് റോ ഏതായിരിക്കും, സാൽമണല്ല ടൈഫിയുടെ എച്ച് ആൻറ്റിജൻ. തേർഡ് റോയിൽ സാൽമണല്ല പാരാടൈഫി എയുടെ എച്ച് ആൻറ്റിജൻ. അടുത്ത റോ ഏതായിരിക്കും, സാൽമണല്ല പാരാടൈഫി ബിയുടെ എച്ച് ആൻറ്റിജൻ. എല്ലാം ഓരോ ട്യൂബിലും ഡൈല്യൂട്ട് ചെയ്ത സെറം ഉള്ള ഓരോ ട്യൂബിലും എന്ത് ആഡ് ചെയ്യുക, ഇതിനൊക്കെ ആൻറ്റിജൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിനുശേഷം ഇൻക്യുബേറ്റ് ചെയ്യുക 37°C ഒരു വാട്ടർ ബാത്തിൽ എന്ത് ചെയ്യുക, ഇൻക്യുബേറ്റ് ചെയ്യുക. ഇതൊരു 50 to 55°C ഇൻക്യുബേഷനിലൂടെയും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ആ വൈഡൽ ടെസ്റ്റിൻ്റെ പ്രൊസീജിയർ. എന്നിട്ട് അഗ്ലൂട്ടിനേഷൻ നമുക്ക് നോക്കിക്കൊണ്ട് കൺട്രോളും അതുപോലെ ഓരോ ഈ ഒരു ടെസ്റ്റിൻ്റെ റോയും ആയിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിറ്റക്റ്റ് ചെയ്യാം പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അടുത്ത എന്താണ്, പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ. പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ആൻറ്റിജൻ സൊല്യൂബിൾ ആയിട്ടുള്ള ആൻറ്റിജൻ ആൻറ്റിബോഡി ആയിട്ട് എന്ത് ചെയ്യുമ്പോൾ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കും എന്ത് ഫോം ചെയ്യും, ഒരു ഇൻസോല്യൂബിൾ ആയിട്ടുള്ള പ്രസൻസ്, ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് എന്ത് ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ്. ഓക്കെ, അതിന് ഇവിടെ ഫ്ലോക്കുലേഷൻ എന്താന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ ഈ പ്രസിപ്പിറ്റേറ്റ്സ് ഫോം ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, അടിയിൽ ഇങ്ങനെ തട്ടിനിങ്ങനെ കിടക്കുകയാണല്ലോ ചെയ്യുന്നത്, സെഡിമെന്റ് ആയിട്ട് വരികയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ സെഡിമെന്റ് ഉണ്ടാകുന്നതിന് പകരം ചെറിയ ഫൈൻ പാർട്ടിക്കിൾസ് ഇങ്ങനെ എന്ത് ചെയ്യും, സസ്പെൻഡ് ആയിട്ട് കിടക്കും, ചെറിയ ചെറിയ ഫ്ലോക്യൂൾസ് ആയിട്ട് സസ്പെൻഡ് ആയിട്ട് കിടക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിനെയാണ് ഫ്ലോക്കുലേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ബേസിസിലാണ് നമ്മൾ VDRL ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് RPR ടെസ്റ്റ് ആണ്, അല്ലെങ്കിൽ കാർഡ് ടെസ്റ്റ്, റാപ്പിഡ് പ്ലാസ്മ റിയാജൻ ടെസ്റ്റ്. അപ്പോൾ ഇത് എന്തിനെന്ന് വെച്ചാൽ സിഫിലിസിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്, ഒരു ഡയഗ്നോസിസ് ടെസ്റ്റാണ് RPR ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ സിഫിലിസ് കോസ് ചെയ്യുന്ന ട്രിപ്പനീമ പല്ലിഡം എന്ന് പറയുന്ന ഒരു ഓർഗാനിസമാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സിഫിലിസ് ഇൻഫെക്റ്റഡ് ആവുമ്പോൾ പേഴ്സണിൻ്റെ ബോഡിക്കകത്ത് അല്ല ഹോസ്റ്റിൻ്റെ ബോഡിക്കകത്ത് ഒരു നോൺ ട്രിപ്പനിമൽ ആൻറ്റിബോഡീസ് ഉണ്ടാവും. അതാണ് ഈ റിയാജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ RPR ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള നോൺ ട്രിപ്പനിമൽ ഫ്ലോക്കുലേഷൻ ടെസ്റ്റ് ആയിരിക്കും. ഇവിടെ എന്താണ്, റിയാജിൻ ആൻറ്റിബോഡീസിൻ്റെ എസ്റ്റിമേഷനാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിയാജിൻ എന്ന് പറയുന്ന ആൻറ്റിബോഡി എവിടെ ഉണ്ടാകുന്നത്, ഹോസ്റ്റിൻ്റെ ആ ബോഡിയിൽ എന്താണ്, ഈ ട്രിപ്പനിമ പല്ലിടത്തിൻ്റെ ഇൻഫെക്ഷനിലൂടെ ഉണ്ടാകുന്ന ഒരു ആൻറ്റിബോഡിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻറ്റിജൻസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ഇസ് എ മോഡിഫൈഡ് ഫോം ഓഫ് VDRL ആൻറ്റിജൻ സസ്പെൻഷൻ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ബഫറിങ് ഏജൻ്റായിട്ട് കോളിൻ ക്ലോറൈഡ് കാണും, അതുപോലെ EDTA കാണും, സ്റ്റെബിലൈസ് ചെയ്യാൻ സസ്പെൻഷൻ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് EDTA കാണും. പിന്നെ ഈ ഒരു പാർട്ടിക്കിൾസിനെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ചാർക്കോളിൻ്റെ പ്രസൻസും കാണാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു RPR ആൻറ്റിജൻ എന്തുമായിട്ട് മിക്സ് ചെയ്യും, സെറമായിട്ട് മിക്സ് ചെയ്യും. എന്നിട്ടൊരു പ്ലാസ്റ്റിക് കോട്ടഡ് കാർഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ സ്പ്രെഡ് ചെയ്യിക്കാറുണ്ട്. ഈ RPR ടെസ്റ്റ് എന്തിനെയൊക്കെ മെഷർ ചെയ്യാറുണ്ട്, ഈ ഒരു IgG ആൻറ്റിബോഡീസ്, അതുപോലെ ഈ ഡാമേജ്ഡ് ആയിട്ടുള്ള സെൽസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിപ്പോയിഡൽ മെറ്റീരിയൽസിനെല്ലാം ഡിറ്റക്റ്റ് ചെയ്യാൻ ഈ RPR ടെസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ട്രിപ്പനിംസ്, നോൺ ട്രിപ്പനിമലാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. അതുപോലെ ട്രിപ്പനിംസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന കാർഡിയോലിപ്പിനെയും ഡിറ്റക്റ്റ് ചെയ്യാൻ ഏത് ടെസ്റ്റ് യൂസ് ചെയ്യും, RPR ടെസ്റ്റ് യൂസ് ചെയ്യും. ഇന്നിപ്പോൾ ഈ ആൻറ്റിബോഡി ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യും, അത് ലിപ്പിഡ് പാർട്ടിക്കിൾസുമായിട്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആൻറ്റിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു അഗ്ലൂട്ടിനേറ്റ് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ചാർക്കോൾ പാർട്ടിക്കിൾസ് ഉള്ളതുകൊണ്ട് നമുക്കൊരു ബ്ലാക്ക് ക്ലംസ് ആയിട്ട്, ഇപ്പോൾ അഗ്ലൂട്ടിനേഷൻ നടക്കുന്നുവെങ്കിൽ ഒരു ബ്ലാക്ക് ക്ലംസ് ആയിട്ട് നമുക്ക് ആ ഒരു വൈറ്റ് കാർഡാണ്, ഈ ഒരു പ്ലാസ്റ്റിക് കോട്ടഡ് കാർഡ് ഉണ്ടല്ലോ, അപ്പോൾ അതൊരു വൈറ്റ് കളർ കാർഡാണ്. അപ്പോൾ നമുക്ക് ഒരു ബ്ലാക്ക് ക്ലംസ് കാണാൻ പറ്റും. അതുണ്ട് എങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, കൺഫേം ചെയ്യാം. ആൻറ്റിബോഡീസ് ഇല്ല എങ്കിൽ എന്താണ്, ആ ടെസ്റ്റ് മിക്സർ എല്ലാം ഇതെല്ലാം നമ്മൾ ഈ ആൻറ്റിജനും സെറം എല്ലാം ആഡ് ചെയ്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ പ്രത്യേകിച്ച് ആൻറ്റിബോഡീസ് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഇല്ല എങ്കിൽ മൊത്തത്തിൽ ഈ ബ്ലാക്ക് ക്ലംസ് ഒന്നും ഇല്ലാതെ ഈ ഒരു യൂണിഫോം ഗ്രേ കളറിലായിരിക്കും ഇതെല്ലാം കിടക്കുക. സാമ്പിൾസ് കളക്ട് ചെയ്ത് ഒരു 48 hours തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇത് കൂടുതലും ഈ ഒരു RPR ടെസ്റ്റ് ജനറൽ സ്ക്രീനിങ് ടെസ്റ്റാണ്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ ഉള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ചെയ്യാം. ആൻഡ് ഈ ടെസ്റ്റ് ഒരിക്കലും നമ്മൾ CSFൽ എന്ത് ചെയ്യാൻ പാടില്ല, പെർഫോം ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത് കൂടുതലും നമ്മൾ ഈ ബ്ലഡിൽ നിന്നുള്ള സെറത്തിലാണ് ടെസ്റ്റ് ചെയ്യാറ്.
ഇവിടെ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ VDRLന്റെ ഒരു മോഡിഫൈഡ് ഫോമാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കാർഡിയോലിപ്പിൻ ആൻറ്റിജൻ എന്ത് ചെയ്യും, കോളിൻ ക്ലോറൈഡും കൂടെ ആഡ് ചെയ്തതിനെ കൂടുതൽ സ്റ്റേബിൾ ആക്കുന്നുണ്ട്. ഓക്കെ, ചാർക്കോൾ പാർട്ടിക്കിൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് മൈക്രോസ്കോപ്പിക് റീഡിങ് പറ്റും. അതായത് നമുക്ക് ആ ബ്ലാക്ക് ക്ലംസ് നന്നായിട്ട് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ആ RPRും നമ്മൾ VDRലും എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റാണ് RPR ടെസ്റ്റ്. ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പ്ലാസ്മ എടുക്കുക, അല്ലെങ്കിൽ ബ്ലഡ് എടുത്തിട്ട് അതിൽ നിന്ന് പ്ലാസ്മ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ സെറം നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അതൊരു കാർഡിൽ, ആ വൈറ്റ് കാർഡിലേക്ക് ഒരു സർക്കുലർ ഷേപ്പ് അല്ലെങ്കിൽ സർക്കിൾ നമ്മൾ വരച്ചിട്ട് അതിനകത്ത് എന്ത് ചെയ്യുക, സ്പ്രെഡ് ചെയ്ത് വെക്കുക. അതിലേക്ക് 1 ഡ്രോപ്പ് ആൻറ്റിജൻ ആഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും, നന്നായിട്ട് 100 RPM/മിനിറ്റിൽ ഒരു 8 മിനിറ്റ് റൊട്ടേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മൈക്രോസ്കോപ്പിക്കിൽ നമുക്ക് തന്നെ കാണാൻ പറ്റും. എന്ത് ചെയ്യാൻ, വിഷ്വലൈസ് ചെയ്യുമ്പോൾ എന്താണ് ക്ലംസ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, ബ്ലാക്ക് ക്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ട്, ആൻറ്റിബോഡി പ്രസൻ്റ് ആണ് എന്നാണ് അതിനർത്ഥം. ഓക്കെ, ഇതുപോലെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ഈ ടെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മളൊരു നെഗറ്റീവ് കൺട്രോളും പോസിറ്റീവ് കൺട്രോളും വെച്ചിട്ട് വേണം ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഇനി ഇത്തരം ഫ്ലോക്കുലേഷൻ ടെസ്റ്റ് ഇന്നതിന് മാത്രം സ്പെസിഫിക് ആവണം എന്നില്ല, അല്ലെങ്കിൽ സിഫിലിസിന് മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റ് അങ്ങനെയില്ല. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ ഫാൾസ് പോസിറ്റീവ് റിസൾട്ടും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്തത് എലൈസ, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻ്റ് അസ്സേ. എലൈസ എന്ന് പറയുന്നത് ഒരു ടെസ്റ്റാണ്, ഇമ്മ്യൂണോ ടെസ്റ്റാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു പേഴ്സൻ്റെ ബ്ലഡിൽ ഒരു പർട്ടിക്കുലർ ആൻറ്റിജൻ അല്ലെങ്കിൽ ആൻറ്റിബോഡി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് എലൈസ. ഇവിടെ എന്ന് പറഞ്ഞാൽ ആൻറ്റിജൻ അല്ലെങ്കിൽ ആൻറ്റിബോഡിയുമായിട്ടൊരു എൻസൈം ലിങ്ക് ചെയ്തിട്ട് അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് എന്ത് സബ്സ്റ്റൻസ് ആണോ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യേണ്ടത് അതിനെ ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് എലൈസ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇവിടെ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻസൈം ആൻറ്റിജൻ അല്ലെങ്കിൽ ആൻറ്റിബോഡി ആയിട്ട് ലിങ്ക് ചെയ്യിക്കും. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻറ്റിജൻ അല്ലെങ്കിൽ ആൻറ്റിബോഡിയെ പേഷ്യൻ്റെ സാമ്പിൾ എന്ന് എന്ത് ചെയ്യുന്നു, ഡിറ്റക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് ഡിറ്റക്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു കളർ ഫോം ചെയ്യും. എങ്ങനെയാണ്, ഈ എൻസൈം സബ്സ്ട്രേറ്റ് റിയാക്ഷൻ നടക്കുമ്പോഴത്തേക്ക് ഒരു കളർ ഫോം ചെയ്യും. അതിൽ നിന്നാണ് നമ്മൾ ടെസ്റ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയാണെങ്കിൽ പലതരത്തിലുള്ള എലൈസ ഉണ്ട്, ഡയറക്റ്റ് എലൈസ, ഇൻഡയറക്റ്റ് എലൈസ, അതുപോലെ സാൻഡ്വിച്ച് എലൈസ. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുക, നോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺനോൺ ആയിട്ടുള്ള സാമ്പിൾ പലതരത്തിലുണ്ട്. ഡയറക്റ്റ് എലൈസ, ഇൻഡയറക്റ്റ് എലൈസ, അല്ലെങ്കിൽ സാൻഡ്വിച്ച് എലൈസ ഉണ്ട്. ഇവിടെ നമ്മൾ നോൺ ആയിട്ടുള്ള ആൻറ്റിബോഡി അല്ലെങ്കിൽ ആൻറ്റിജൻസ് ആദ്യമേ കോട്ട് ചെയ്തിരിക്കും. അതിനുശേഷം എന്ത് ചെയ്യുകയാണ്, നമ്മൾ ആൻറ്റിബോഡി എൻസൈം ലിങ്ക്ഡ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് അല്ലെങ്കിൽ ആൻറ്റിജൻ നമ്മൾ വീണ്ടും ആഡ് ചെയ്യും. ആൻഡ് ആ സബ്സ്ട്രേറ്റുമായിട്ട് എൻസൈം റിയാക്ട് ചെയ്യുമ്പോൾ കളർ ഫോം ചെയ്യും. അതിൽ നിന്ന് നമുക്ക് ഏതാണോ വേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യേണ്ടത് ആ ആൻറ്റിജൻ അല്ലെങ്കിൽ ആ ആൻറ്റിബോഡി ആ ഒരു സെറത്തിലുണ്ട് എങ്കിൽ നമുക്ക് കളർ ഫോം ചെയ്യും. അങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ HIV പോലുള്ള രോഗങ്ങൾ ഡിറ്റക്റ്റ് ചെയ്യാനൊക്കെയാണ് എലൈസ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ്. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ PCR എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ്, നമ്മുടെ കിട്ടുന്ന DNA സീക്വൻസ് നമുക്ക് ആംപ്ലിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ് PCR അല്ലെങ്കിൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ DNA സ്ട്രാൻഡ് അല്ലെങ്കിൽ DNA പീസ് കിട്ടും. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ആംപ്ലിഫൈ ചെയ്യണം അല്ലേ, കൂടുതൽ എണ്ണം കൂട്ടുക. അതിനാണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഉള്ളത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം DNAക്ക് 2 സ്ട്രാൻഡ് ഉണ്ട്. അപ്പം 2 സ്ട്രാൻഡിലത്തേക്കും വേണ്ടിയിട്ടായിട്ട് നമുക്ക് 2 സെറ്റ് അല്ലെങ്കിൽ 2 പ്രൈമേഴ്സ് വേണം. അതിനുശേഷം നമുക്ക് എൻസൈം വേണം. ഇവിടെ ടാക് പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈമാണ് ഈ റിയാക്ഷന് വേണ്ടിയിട്ടുള്ളത്. അതിനുശേഷം ഒളിഗോ ന്യൂക്ലിയോടൈഡ്സ് അല്ലെങ്കിൽ DNAക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ്സ് വേണം. ഓക്കെ, ഇതൊക്കെ ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് പുതിയ സ്ട്രാൻഡ്സ് ഉണ്ടാക്കാൻ പറ്റുക. ഈ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്കുള്ളത് ഒരു ഡബിൾ സ്ട്രാൻഡ് ആയിട്ടുള്ള ഒരു DNA ആയിരിക്കും. അതിനെ എന്ത് ചെയ്യണം, നമുക്ക് സ്ട്രാൻഡിനെ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡീനാച്ചുറേഷൻ. എന്ത് ചെയ്യും, DNA നമ്മൾ ഹീറ്റ് ചെയ്യും 94 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ DNA 2 സിംഗിൾ സ്ട്രാൻഡ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെടും. അതിനുശേഷം ഉള്ളതാണ് അന്നീലിംഗ്. അന്നീലിംഗ് എന്ന് പറഞ്ഞാൽ ഈ ടൈമിൽ നമ്മൾ ടെമ്പറേച്ചർ കുറച്ചും കൂടെ സ്ലോ ഡൗൺ ചെയ്ത് ഒരു 52 ഡിഗ്രി സെൽഷ്യസ് വരെ ആക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതുപോലെ 2 സ്ട്രാൻഡ് സെപ്പറേറ്റ് ആയല്ലോ. അപ്പോൾ ആ ഓരോ സ്ട്രാൻഡിലേക്കും നമുക്കുള്ള പ്രൈമേഴ്സിനെ എന്ത് ചെയ്യിക്കുക, അറ്റാച്ച് ചെയ്യിപ്പിക്കുക. അതിനെയാണ് എന്ത് പറയുന്നത്, അന്നീലിംഗ് എന്ന് പറയുന്നത്. അടുത്തത് എക്സ്റ്റൻഷൻ ഓഫ് ദ പ്രൈമർ. ഈ പ്രൈമറിനെ എന്ത് ചെയ്യുക, ബാക്കി അങ്ങോട്ടേക്ക് ഈ പ്രൈമറിന്ന് ആദ്യമേ ഉണ്ടായിരുന്ന സ്ട്രാൻഡിന്
കോംപ്ലിമെന്ററി ആയിട്ടുള്ള സ്ട്രാൻഡ്സ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് പ്രൈമർ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾക്ക് നേരത്തെ നമ്മൾ ആഡ് വെച്ചിരിക്കുന്ന ഈ ഒളിഗോ ന്യൂക്ലിയോടൈഡ്സ് പ്രസൻസ് ആയിരിക്കും. അപ്പോൾ ആ ഒളിഗോ ന്യൂക്ലിയോടൈഡ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് നേരത്തെയുള്ള സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ന്യൂ സ്ട്രാൻഡ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് നമുക്ക് പല പല സൈക്കിൾസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് DNA എന്ത് ചെയ്യാം, ആംപ്ലിഫൈ ചെയ്യാം. ഇതാണ് അതിൻ്റെ ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ. ഇതെന്താണ്, ഡീനാച്ചുറേഷൻ. നമുക്ക് കിട്ടിയ നമ്മുടെ കയ്യിലുള്ള DNA ആണിത്. അത് എന്ത് ചെയ്യുക, ഡീനാച്ചുറേറ്റ് ചെയ്യുക, സിംഗിൾ സ്ട്രാൻഡ് ആയിട്ട് മാറ്റുക. അതിനുശേഷം എന്ത് ചെയ്യുക, അനീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ പീസ് ഓഫ് DNA ആണ് വിച്ച് ഇസ് കോംപ്ലിമെന്ററി ടു ദ സ്ട്രാൻഡ് ദാറ്റ് വി ഓൾറെഡി ഹാവ്. അതാണ് പ്രൈമർ എന്ന് പറയുന്നത്. ആ പ്രൈമർ എന്ത് ചെയ്യുക, അറ്റാച്ച് ചെയ്യുക, അല്ലെങ്കിൽ അതിന് അനീലിംഗ് എന്ന് പറയും. അതിനുശേഷം എന്ത് ചെയ്യുക, പ്രൈമർ എക്സ്റ്റൻഷൻ നടക്കുക. അപ്പോൾ ഇതെല്ലാം കോസ് ചെയ്യുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ എൻസൈം കാൾഡ് ടാക് പോളിമറൈസ്. ഇതൊരു തെർമോസ്റ്റേബിൾ അല്ലെങ്കിൽ ഹീറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എൻസൈമാണ്. ഓക്കെ, അങ്ങനെ പല പല സൈക്കിൾസ്, നമുക്ക് എത്ര സൈക്കിൾ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിൽ നിന്ന് നമുക്ക് ആദ്യം കിട്ടിയതിൽ നിന്ന് ആംപ്ലിഫൈഡ് ആയിട്ട് കുറച്ച് കൂടുതൽ അല്ലെങ്കിൽ എത്ര വേണോ അത്രയും ആംപ്ലിഫൈഡ് ആയിട്ടുള്ള DNA സ്ട്രാൻഡ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ഇതാണ് PCR. അതുപോലെ